ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്കും ഉപകാരപ്പെടുന്നു എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു സപ്പോർട്ട്, അതായത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഡയറ്റും വർക്കൗട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു തുടക്കക്കാരിയായിരുന്നു. എനിക്ക് ഇത്രയും വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അത് എത്രത്തോളം അത് നടക്കും എന്നുള്ളത് വളരെ സംശയാസ്പദമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞും ഒക്കെ തരുന്നത്. 1-2 പേരൊക്കെ ചോദിക്കുന്നുണ്ട്, ഹെയർ ഫോൾ നന്നായിട്ടുണ്ട്, അതിന് വല്ല പ്രതിവിധി ഉണ്ടോയെന്നൊക്കെ. ഞാനും വെയിറ്റ് ലോസ് ചെയ്തിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും, ആകെ കുറച്ചും കൂടി ഉള്ളൂ, പക്ഷേ അത് തന്നെ ഊരി പോണ കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടമാണ്. അപ്പം ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോമിയോ ഹോസ്പിറ്റലിൽ നിന്ന് ഹെയർ ഫോളിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ കുറച്ച് നാളൊക്കെ മരുന്ന് കഴിച്ചു. പിന്നെ അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ നിർത്തി. അത്രയും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ മരുന്ന്, ഇംഗ്ലീഷോ ഹോമിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെയോട് കാര്യം പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്, ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിയുന്നുണ്ടെന്ന് പറഞ്ഞ് അതിനുള്ള മരുന്ന് മേടിച്ച് കഴിക്കുക. അല്ലാതെ അതിനൊരു ടിപ്പായിട്ടൊന്നും പറഞ്ഞു തരാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഇല്ല. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. അത് ഞാനും അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും നല്ലപോലെ തന്നെ വരും ദിവസങ്ങളും മുന്നോട്ട് പോവുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് വാമപ്പ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, സ്ട്രെച്ചിങ് ഉൾപ്പെടുത്തിയിട്ടില്ല, വർക്കൗട്ട് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനിന്ന് ഏകദേശം 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്തു. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ എന്തായാലും വാമപ്പിന് പോകും. പിന്നെ കുറച്ച് നേരം ഒരു 30 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഞാനൊരു 4 മിനിറ്റ് എടുത്ത് കൈക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോയിൽ കാണുന്ന പോലുള്ള വർക്കൗട്ടുകളാണ് ചെയ്തത്. വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി കുറച്ച് സ്പീഡിലാണ് നമ്മളിത് എഡിറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഓൾറെഡി നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കി എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഡെയിലി ചെയ്യുന്ന വർക്കൗട്ടുകൾ വീഡിയോസ് ഇങ്ങനെ ഇടാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഇതിലാണ് വീഡിയോ എടുത്തേക്കുന്നത്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് മടിയുള്ളവരൊക്കെ ഉണ്ടാവും. നമ്മൾ മടി തോന്നിയിട്ട് കാര്യമില്ല കേട്ടോ. അത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ചെയ്ത് നമ്മളുടെ പെയിനെല്ലാം മാറും. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തുടക്കക്കാരെ ഈ വീഡിയോസൊക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഞാനും സ്റ്റാർട്ടിങ്ങിൽ വളരെ സ്ലോയിൽ വളരെ കുറച്ച് എണ്ണം മാത്രമാണ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 25 മിനിറ്റൊക്കെ ആണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കണേ ആദ്യത്തെ ദിവസങ്ങളിൽ. പിന്നെയാണ് നമുക്ക് സമയം കൂട്ടി കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് പറ്റണേ. കാരണം നമ്മളൊന്നും ചെയ്യാത്തൊരു ശരീരം പെട്ടെന്ന് നമ്മൾ വർക്കൗട്ടിലേക്ക് ചെയ്യുമ്പോൾ നമ്മളെക്കൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോയിൽ നിന്നുകൊണ്ടുള്ള എക്സസൈസൊക്കെ എല്ലാവരും ചെയ്തൊക്കെ തുടങ്ങാം. ശേഷം നമ്മളുടെ ബോഡിയൊക്കെ ഒന്ന് വഴങ്ങിയതിന് ശേഷം കുറച്ചും കൂടി എണ്ണം കൂടുതലായിട്ട് ചെയ്യാനൊക്കെ നോക്കാം. എല്ലാവർക്കും എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും നമ്മൾ ഡയറ്റും വർക്കൗട്ടും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തുടക്കത്തിലുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളുടെ വെയിറ്റ് എന്തായാലും ഒന്ന് സ്റ്റിക്ക് ചെയ്യും. കുറച്ച് പേര് ചോദിച്ചായിരുന്നു വെയിറ്റ് ലോസ് ജേർണിയിൽ വെയിറ്റ് സ്റ്റക്ക് ആവുമെന്ന്. തീർച്ചയായിട്ടും സ്റ്റക്കാവും. ഞാനും എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിലും ആദ്യത്തെ ഒരു 2 മാസമൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് വെയിറ്റിംഗ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷമാണ് ഓരോ ദിവസവും വെയിറ്റ് കുറയുന്നത് കാണാനായിട്ട്. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും വെയിറ്റ് ലോസ് സ്റ്റക്കായി. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ ഒന്നും ചെയ്യാതിരുന്നൊരു ബോഡി പെട്ടെന്ന് നമ്മൾ ഫുഡും കൺട്രോൾ ചെയ്ത് വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കതിന് റിസൾട്ട് ഉണ്ടായി. പക്ഷേ 2 മാസം ഒരേ പാറ്റേണിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ബോഡിക്ക് മനസ്സിലായി നമ്മൾ ഇത്രയുമാണ് ഫുഡ് എടുക്കുന്നതും നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യണുണ്ടെന്നും. അപ്പോൾ അത് ഓൾറെഡി ബോഡിയായിട്ട് അക്സെപ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ആ വെയിറ്റ് ലോസ് ജേർണി അവിടെ വെച്ച് അങ്ങനെ സ്റ്റക്കായി. പിന്നെ നമ്മൾക്ക് അതിനെ മറികടക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത്
ആദ്യത്തെ 2 മാസമൊക്കെ കഴിഞ്ഞ് ഇതേപോലെ വെയിറ്റ് ലോസൊക്കെ ഇതിക്ക് മുമ്പ് ഡയറ്റൊക്കെ ചെയ്തവരാണെങ്കിൽ അറിയാൻ പറ്റും നിങ്ങളുടെ ഇതുപോലെ ഒരു സ്റ്റെക്കിങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചെയ്യേണ്ടത് ഒരു 2 ദിവസം നമ്മൾ സാധാ നോർമൽ മുമ്പ് വെയിറ്റ് ലോസ് ജേണി തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ ഫുഡ് കഴിക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കടയിൽ നിന്ന് കഴിക്കണോ, വീട്ടിൽ തന്നെ ഉള്ളത് ഇഷ്ടമുള്ളത് കഴിക്കണോ, അരിയാഹാരം കഴിക്കണോ, അങ്ങനെ ഉള്ളതെല്ലാം കഴിക്കുക. സമയമൊന്നും നിയന്ത്രിക്കണ്ട. ലേറ്റ് നൈറ്റായിട്ടും ഭക്ഷണം കഴിച്ചാലും ആ സമയത്ത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ 3-ാമത്തെ ദിവസം എന്ത് ചെയ്യണം? 2 ദിവസം നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി മറിച്ച് വെച്ചു. 3-ാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ചെയ്തത് ഇങ്ങനെയാണ്. അതിനു വേണ്ടി ഞാൻ എൻ്റെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. കാരണം ആളൊരു ട്രെയിനറായിരുന്നു. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഞാനിങ്ങനെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് കൂട്ടുകാരത്തിയുടെ കാര്യം ഓർത്തത്. അവളുടെ ഹസ്ബൻഡ് ട്രെയിനറാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനൊരു സംഭവമുണ്ട്, വെയിറ്റ് ലോസ് ജേണി ചെയ്തു, ഇത്രയും നാൾ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോൾ വെയിറ്റ് സ്റ്റെക്കാണ്, അപ്പോൾ അത് എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു തന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ വെയിറ്റ് ലോസ് ജേണിയൊക്കെ ചെയ്ത് ഇപ്പോൾ വെയിറ്റ് സ്റ്റെക്കിങ് ഒക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും. എനിക്കെന്തായാലും റിസൾട്ട് ഉണ്ടായിട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ മുമ്പോട്ടൊക്കെ പോയി. അതും കഴിഞ്ഞ് നമുക്ക് പിന്നെയും ഇതുപോലെ തന്നെ വെയിറ്റ് സ്റ്റെക്കിങ് ഒക്കെ കാണിക്കും. പിന്നെ അതുപോലെ ആദ്യം വെയിറ്റ് ഇരിക്കണ സ്പീഡ് പിന്നെ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒരു 19 കിലോ കുറച്ചു. ഇപ്പം എൻ്റെ വെയിറ്റ് ഇരിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. കാരണം ഐഡിയലൊന്നും എത്തിയിട്ടില്ല. ഐഡിയലിലേക്ക് എത്താനായിട്ട് ഇനിയൊരു 8 കിലോയോളം കുറയാനൊക്കെ ഉണ്ട്. പക്ഷേ ആ 8 കിലോ കുറക്കാനായിട്ട് ഞാൻ നല്ലതായിട്ട് പാടുപെടുന്നുണ്ട്. അതങ്ങനെയാണ്. ആദ്യത്തെ വെയിറ്റ് നമ്മളുടെ കുറയുന്നത് പോലെ ലാസ്റ്റ് സ്റ്റേജിലൊന്നും വെയിറ്റ് ഇരിക്കത്തില്ല. അപ്പോൾ അതും പറഞ്ഞ് നമ്മളുടെ ലക്ഷ്യമൊന്നും കൈവിട്ട് കളയാതെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കൊരു എയിമുണ്ട്. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നറിയാൻ ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെയിറ്റ് കുറക്കാൻ ആഗ്രഹമുള്ളവർ നല്ല രീതിയിൽ തന്നെ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടാവും. പിന്നെ ചിലർ ചോദിച്ചു, ഇപ്പോൾ ആദ്യത്തെ വീഡിയോസൊക്കെ കാണാത്തവർ ഇപ്പോൾ ചോദിക്കുന്നത് ഡയറ്റ് ഫുഡൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ വെൽ പ്ലാൻഡ് ആയിട്ട് ഒരാഴ്ച ഇന്നത് കഴിക്കാം എന്നുള്ള പ്ലാനിങ്ങോട് കൂടിയൊന്നല്ല എൻ്റെ വെയിറ്റ് ലോസ് ജേണി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എനിക്ക് പെട്ടെന്ന് എന്തുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നോ ആ സാധനങ്ങൾ ഞാൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് അതുകൊണ്ടുള്ള ഫുഡുകളാണ് ഞാൻ മാറി മാറി ഓരോ ദിവസവും ഉണ്ടാക്കി കഴിച്ചിരുന്നത്. ഓട്സ്, റാഗി, ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്, റവ, ഇത്രയും സാധനങ്ങൾ കൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് മാറി മാറി ഉണ്ടാക്കിയിരുന്നത്. ഉപ്പുമാവ്, പുട്ട്, ദോശ, ഇഡ്ഡലി, അങ്ങനെ. അപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഫ്രൂട്ട്സിലാണെങ്കിൽ പേരക്ക. അത്യാവശ്യം വലിയ, ഇപ്പോൾ എല്ലാ ഫ്രൂട്ട്സ് കടയിലൊക്കെ കിട്ടുന്ന വലിയ ടൈപ്പ് പേരക്ക ഉണ്ട്. അതാകുമ്പോൾ അധികം കുരുവൊന്നും ഉണ്ടാവില്ല. അത് വൈകുന്നേരം ഒരെണ്ണം ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ തിന്നാനായിട്ട് മടിയും തോന്നില്ല. തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് എക്സ്പെൻസീവായ ഒരു സാധനങ്ങളും ഞാൻ ഇതിനു വേണ്ടി മേടിച്ചിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന, നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, എപ്പോഴും നമ്മളുടെ തൊട്ടടുത്ത കടകളിൽ പോലും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണി ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോസൊക്കെ തന്നെ ഇടാനായിട്ടുള്ള കാരണം എല്ലാവർക്കും സംശയമാണ്, ഞാനെങ്ങനെ ഇത്ര പെട്ടെന്ന്, കാരണം പുറത്തോട്ട് ഇറങ്ങി എല്ലാവരും ചോദിക്കുന്നത് ഇത് തന്നെയാണ്, എങ്ങനെ ഇങ്ങനെ വണ്ണം കുറഞ്ഞ്, കണ്ടിട്ട് മനസ്സിലായില്ല. ചിലർ ചോദിക്കും വല്ല അസുഖവും വന്നിട്ടാണോ എന്ന്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്നൊരു ഡിഫറൻസ് ഇങ്ങനെ വരുമ്പോൾ എന്താണെന്നുള്ളത് അറിയാനുള്ള അവരുടെ ഒരു ക്യൂരിയോസിറ്റിയാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് വെയിറ്റ് കുറയണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ ആൾക്കാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടും കൂടിയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഞാൻ ചെയ്തത് ഇന്നതൊക്കെയാണെന്ന് ആളുകളിലോട്ട് എത്തിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എല്ലാവരും നന്നായിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്കും റിസൾട്ട് ഉറപ്പാണ്. അതെൻ്റെ കാര്യത്തിൽ 100% എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഇന്നത് ഉപയോഗിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വണ്ണം കുറയും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാനതൊട്ട് എൻ്റെ വെയ്റ്റ് ലോസ് ജേർണിയിൽ ചെയ്തിട്ടുമില്ല. ഞാനൊരു സംഭവങ്ങളും ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുകയാണ്. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. നിങ്ങളെപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്ത് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് ആത്മാർത്ഥത വർക്കൗട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെയ്യുക. ഡയറ്റ് മാത്രം ചെയ്താൽ വെയ്റ്റ് ലോസ് ജേർണി നല്ല രീതിയിൽ പോകില്ല. ഈ ഡയറ്റും വർക്കൗട്ടും ഒപ്പം കൊണ്ടുപോയാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഒരു ഒരാഴ്ച 2 ആഴ്ചയൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ നിന്നാൽ അതും നടപടിയാവില്ല. ചെയ്യണ കാര്യങ്ങൾ കണ്ടിന്യൂസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. വെയിറ്റ് കുറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മടി കാണിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ 85-ന്ന് 64-ലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി എൻ്റെ വെയിറ്റ് ഓക്കെ ആണെന്നും പറഞ്ഞ് പഴയപടിയും ഭക്ഷണം കഴിക്കാൻ നിന്നാലും വർക്കൗട്ട് ചെയ്യാതിരുന്നാലും ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ നോക്കുന്നത്. വർക്കൗട്ട് ഡെയിലി ഇപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ കിട്ടിയില്ലെങ്കിൽ പോലും അരമണിക്കൂറെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അത് നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. നമ്മളുടെ വെയിറ്റ് നല്ല രീതിയിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിലനിർത്താനായിട്ടും സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇന്നിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് സമയം വർക്കൗട്ടിനൊക്കെ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റായി. ഞാൻ ഏകദേശം 1 മണിക്കൂർ അടുത്ത് വർക്കൗട്ട് ചെയ്തു. തുടക്കക്കാരാണെങ്കിൽ എൻ്റെ ഈ വർക്കൗട്ട് കണ്ട് നിങ്ങളാരും പേടിക്കണ്ട. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എക്സസൈസ് ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ നോക്കി ഏതാണോ പറ്റുന്നതെന്ന് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഡെയിലി നമ്മളതൊരെണ്ണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ 10 എണ്ണമാണ് നിങ്ങൾക്ക് ഒരു സമയത്ത് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ 10 എണ്ണത്തിൻ്റെ 3 സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നാളെ അത് 15 എണ്ണമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ പയ്യെ കൂട്ടി കൊണ്ടുവന്നാൽ മതി. അല്ലാതെ ഞാനിങ്ങനെ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യണ കണ്ടിട്ട് നിങ്ങളാരും പേടിച്ച് പോകുകയൊന്നും വേണ്ട. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴാണ് എന്നെക്കൊണ്ട് ഇത്രയും ഫ്ലെക്സിബിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും വർക്കൗട്ടൊക്കെ ചെയ്യുക, ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുക. എല്ലാവർക്കും നല്ല റിസൾട്ടൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ മുഴുവനായിട്ട് കാണാം. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും കൂടെ ഉണ്ടാവണം.